ഞാനിങ്ങോട്ട് വരും മുമ്പ് മല്ലപ്പള്ളി എന്താണ് എന്ന് വെറുതെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അപ്പോൾ ഈ മല്ലപ്പള്ളിയുടെ ഒരു എറ്റിമോളജി എന്ന് പറഞ്ഞാൽ പദോൽപ്പത്തി, ആ പദോൽപ്പത്തി മല്ലന്മാരുടെ പള്ളി എന്നാണ് അതിൻ്റെ അർത്ഥം. മല്ലന്മാർ ശക്തന്മാരാണ് എന്നുള്ളതാണ് അതിൻ്റെ വാച്യാർത്ഥം. വേദോസ്തവ ഭാഷയിൽ ഗോലിയാത്തൊക്കെ മല്ലന്മാരായിരുന്നു. നെഫലീം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വിഭാഗത്തെയാണ് മല്ലന്മാർ എന്ന് ചേർത്ത് പറയുന്നത്. എല്ലാ മല്ലന്മാരും ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയപ്പെടുക എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്നുള്ളതിന് സംശയമില്ല. മല്ലപ്പള്ളി is the original home of many non-resident Indians. അതാണ് ഗൂഗിൾ പറയുന്ന ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്. മല്ലപ്പള്ളി is the original home of many non-resident Indians and as one of the lowest population growth, ഏറ്റവും കുറച്ച് ജനസംഖ്യാ വർധനയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ്. and having the highest literacy rate, 96.99 നമ്മുടെ ലിറ്ററസി റേറ്റ്. വിദ്യാഭ്യാസം ഉള്ള ആളുകളുടെ സമൂഹമാണ്. പുതിയ കുഞ്ഞുങ്ങൾ ഏതാണ്ട് 7% ഉണ്ടാകുന്നുള്ളൂ എന്ന്. ആർസി സിൻഡ്രോം എന്ന ഒരു സിൻഡ്രോം ഉണ്ട്. ഭാരതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമായിരുന്നു പാർസികൾ. എന്നാൽ പാർസി സിൻഡ്രോം എന്ന് പറയുന്നത് പാർസികൾ ഒരു വംശം എന്നുള്ള നിലയിൽ ഇങ്ങനെ ക്രമേണ അന്യം നിന്ന് പോകുന്നു എന്നുള്ളതാണ്. സുറിയാനി ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്ന് സംഭവിക്കുമോ എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ഭയം ഇല്ലാതെയില്ല. അപ്പോൾ നമ്മളിതായിരിക്കുന്ന സാഹചര്യത്തിൽ മല്ലപ്പള്ളിയിൽ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാൻ ദൈവം അവസരം തരുമ്പോൾ ഈ സാഹചര്യങ്ങളെയൊക്കെ മുമ്പിൽ ഞാൻ കാണുന്നുണ്ട്. എന്നാൽ ഇതിനൊന്നും ഒരു ഉത്തരം പറയാൻ എനിക്ക് പറ്റുകയില്ല. എന്നാൽ ദൈവവചനം നമ്മോട് ഇന്ന് ആവശ്യപ്പെടുന്നത് ഈ തീരത്ത് നിന്ന് ആഴത്തിലേക്ക് നീങ്ങുവാനാണ്. ഫ്രം ദ പെരിഫറി ടു ദി ഇന്നർ ഡെപ്ത്, നമുക്ക് ആഴങ്ങളിലേക്ക് നീങ്ങുവാനുള്ള ഒരു വെല്ലുവിളി ദൈവം തരികയാണ്. ഇന്നിവിടെ പ്രിയപ്പെട്ട സോഫി മേഡം വായിച്ച് കേൾപ്പിച്ച വചനം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്ന് എനിക്കറിയാം. ഗന്നസരത്ത് തടാകത്തിൻ്റെ തീരത്ത് നിന്ന് യേശു തമ്പുരാൻ അവിടെ വല വീശിക്കൊണ്ടിരുന്ന നിരാശ ബാധിച്ച ഒരുപറ്റം ആളുകളെ അവരുടെ നിരാശയുടെ തീരത്ത് നിന്ന് പ്രത്യാശയുടെ പടികൾ കയറുവാൻ തക്കവണ്ണം ശക്തീകരിച്ചതിനെ കുറിച്ചുള്ള വചനമാണ് നമ്മൾ വായിക്കുന്നത്. അത് ഇന്നത്തെ ധ്യാനത്തിന് നമ്മുടെ ചിന്തകളെ ഒന്ന് ക്രോഡീകരിക്കാൻ ഞാനൊരു തലക്കെട്ട് കൊടുക്കുന്നു. ഫ്രം ഫിഷർമെൻ ടു ഫിഷേഴ്സ് ഓഫ് മെൻ. ഫ്രം ഫിഷർമെൻ ടു ഫിഷേഴ്സ് ഓഫ് മെൻ. മുക്കുവന്മാർ, മീൻപിടിക്കാർ എന്നതിൽ നിന്നും മനുഷ്യരെ പിടിക്കുന്നവർ എന്നുള്ള ഒരു പദവിയിലേക്ക് ഒരുപറ്റം ആളുകൾ രൂപാന്തരപ്പെടുന്നതിനെ കുറിച്ച് ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ബലഹീനമായതിനെ തെരഞ്ഞെടുത്തു എന്ന വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ബലമാണ് നമ്മുടെ ബലം. നമുക്കറിയാവുന്നതുപോലെ പൗലോസ് അപ്പോസ്തലൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, എന്നിലുള്ള ഈ ശൂലം നീങ്ങിപ്പോകണം 3 വട്ടം അപേക്ഷിച്ചു. എന്നാൽ ദൈവം അവനോട് എൻ്റെ കൃപ നിനക്ക് മതിയെന്നും എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുമെന്നും ഓർമ്മിപ്പിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മുടെ ബലഹീനതകൾക്കുള്ള ആൻറ്റിഡോട്ട്, അതിനുള്ള മറുമരുന്ന് എന്നുള്ളതിൽ സംശയമില്ല. ഏതെങ്കിലും പ്രകാരത്തിൽ ബലഹീനതകൾ അനുഭവിക്കുന്നവർക്ക് ദൈവവചനത്തിൻ്റെ മറുമരുന്ന് വളരെ വ്യക്തമായി കർത്താവ് നൽകുകയാണ് എന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
ദൈവം മുമ്പാകെ ഒരു ജഡവും നീതീകരിക്കപ്പെടാതിരിക്കേണ്ടതിന് ദൈവം ജഡത്തിന്റെ ശക്തികളെയൊക്കെ തോൽപ്പിച്ചു. ഒരു ജഡത്തിനും നീതീകരണം ദൈവം മുമ്പാകെ ഇല്ല. ആ ജഡമൊക്കെ ഏതെല്ലാം തരത്തിൽ ജഡത്തിൽ നമ്മൾ പുകഴുമോ ആ പുകഴ്ചകളൊക്കെ വെറുതെയാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമാണ്. തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോവുകയാണ്. ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെട്ട് നാം ജീവിക്കുന്ന മനുഷ്യായുസിന്റെ നാളുകളിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവം നമ്മെ അദമ്യമായ ശക്തി പകരപ്പെട്ട മൺപാത്രങ്ങളായി ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വി ആർ ഓൾ എർതൻ വെസൽസ്. നമ്മളെല്ലാവരും മൺപാത്രങ്ങളാണ്. എന്നാൽ ഈ മൺപാത്രങ്ങളിൽ അദമ്യമായ ശക്തി പകർന്നിരിക്കുകയാണ്. ഈ മൺപാത്രത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ദൈവത്തിന്റെ ശക്തിയിൽ അഭിരമിക്കുവാൻ, ദൈവത്തിന്റെ ശക്തിയിൽ ബലപ്പെടുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരാജയ തീരത്തു നിന്ന് ഒരുപക്ഷം ശിഷ്യന്മാരെ വിജയതീരത്തേക്ക് കർത്താവ് നയിക്കുകയാണ്. വളരെ ദീർഘമായി ഒരുപാട് സമയമെടുത്ത് പ്രസംഗിക്കാൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണമെന്നും ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് പകരപ്പെടുമ്പോൾ ദൈവവചനമാകുന്ന നിലക്കണ്ണാടിയുടെ മുമ്പിൽ നമ്മെ തന്നെ കണ്ട് വൈരൂപ്യങ്ങളിൽ കൊത്തിയെടുത്തൊരു പണി തീരാത്ത ശില്പം ഞാൻ നിൻ കരത്താൽ എന്നെ പണിയണമേ, തവ സാദൃശ്യം പകരണമേ എന്ന് ക്യാമ്പസ് ക്രൂസൈഡിലെ ഏറ്റവും അനുഗ്രഹീത ഗായിക പാടിയ ആ പാട്ടിൻ്റെ വരികൾ നമ്മുടെ മനസ്സിൽ നിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വൈരൂപ്യങ്ങളിൽ കൊത്തിയെടുത്ത ഒരു പണി തീരാത്ത ശില്പമാണ്. പണിഞ്ഞിട്ടും പണി തീരാത്ത ഒരു പ്രപഞ്ച മന്ദിരമാണ്. എൻ്റെ ദൈവം തമ്പുരാനെ കൊച്ചുളി ചുറ്റിക വരവോലുകൊണ്ടല്ലോ കൊച്ചുനാൾ തൊട്ടേ നീ പണി ചെയ്തു. എൻ്റെ ദൈവം തമ്പുരാനെ മനുഷ്യ ജീവിതങ്ങളെ കൊച്ചുളി കൊണ്ടും ചുറ്റിക കൊണ്ടും വരവോലുകൊണ്ടും രൂപപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കൃപ ഇന്ന് തിരുവചനത്തിലൂടെ ഞങ്ങൾ അനുഭവിക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരുമിച്ച് വളരെ എനർജറ്റിക്കായി ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഒരു ബോഡി ലാംഗ്വേജൊക്കെ ദൈവവചനം കേൾക്കുവാനുള്ള ഒരു താല്പര്യത്തോടുകൂടെ, ഒരുക്കത്തോടുകൂടെ, നട്ടൽ വളയാതെ ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം ഒന്ന് സ്വീകരിക്കുവാൻ, ഉറങ്ങിപ്പോകാനുള്ള ഒരു മനോഭാവത്തോടുകൂടെ ഇരിക്കാനല്ല, ഉറങ്ങാതെ ഇരിക്കാൻ. അന്ധകാര രാജൻ എൻ്റെ ചിന്ത കലക്കാതെ കാന്ത നിന്റെ ചിന്ത എന്നിൽ തന്ന് ആദ്യന്തം പാലിക്കണം. ഈ കാലഘട്ടത്തിൽ വചനത്തോടുള്ള ഒരു താല്പര്യക്കുറവുണ്ട് പൊതുവെ. അതുകൊണ്ടാണ് വചന ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ മുതൽ ആളുകൾ ഉറങ്ങുന്നത്. ഇക്കോ ബോധുകൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. എന്താണ് ഇക്കോ ബോധം എന്ന് നമുക്കറിയാം. ഇക്കോ ബോധം എന്ന് പറയുന്നത് വചനം ദുർലഭമായി പോയ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ച മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയ ഒരവസ്ഥയാണ് ഇക്കോ ബോധം സൂചിപ്പിക്കുന്നത് എന്ന് ശമൂവേലിന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയിൽ ഇക്കോ ബോധുകളെ സൃഷ്ടിക്കുവാൻ വേണ്ടിയല്ല, പിന്നെ ദൈവത്തിന്റെ കൃപയിൽ ദൈവമഹത്വത്തിന്റെ മനോഹരമായ അനുഭവങ്ങൾ രൂപപ്പെട്ടു വരുന്നതിന് ദൈവം സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് വായിക്കാനും ധ്യാനിക്കാനും ഒക്കെ ഞങ്ങൾ അച്ഛന്മാർക്ക് വളരെ പെട്ടെന്ന് സഹായിക്കുന്ന ബാർക്ലേയുടെ പുസ്തകം എടുത്ത് ഒന്ന് നോക്കി ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത്. കാര്യമായിട്ടൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം കാണുന്ന യേശുവിനെ കുറിച്ചൊക്കെയാണ് കൂടുതൽ പറയുന്നത്. അപ്പം ഞാനിങ്ങനെ ദൈവത്തോട് ഈ കാര്യത്തെക്കുറിച്ച് പല പ്രാവശ്യം ചോദിക്കുകയും പല പ്രാവശ്യം ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ളൊരു വേദഭാഗമാണ്. അതുകൊണ്ട് തന്നെ എന്നോട് കർത്താവ് സംസാരിച്ച ചില ചിന്തകളാണ് ഞാൻ ഒരുമിച്ച് പങ്കുവെക്കുന്നത്. ദിസ് ഈസ് വെരി മച്ച് നേറ്റീവ്. ഇത് വളരെ കൂടുതൽ
നേറ്റീവാണ്, വളരെ കൂടുതൽ ഉള്ളിൽ നിന്ന് വരുന്നതാണ്, ദൈവം സംസാരിച്ചതാണ്. നമുക്ക് ഒരുമിച്ച് ഒരു യാത്ര, അല്പസമയം നമുക്ക് ഒരുമിച്ച് ഈ വചനത്തിലൂടെ ഒരു യാത്ര നടത്താം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ വചനം പ്രസംഗിക്കുന്നത് മാത്രമല്ല, കേൾക്കുന്നത് ഒരു വരമാണ്. അപ്പൊ ഞാനിങ്ങനെ കായിക സംഘത്തിൽ നോക്കിയപ്പോൾ 2 സഹോദരന്മാർ തല കുറിക്കുന്നു, അത് ശരിയാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള ഒരു ഒരു ബോഡി ലാംഗ്വേജ്, ഒരു ജസ്റ്റേഴ്സ് ഒക്കെ കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. എന്നാൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ മുമ്പോട്ട് ഇങ്ങോട്ട് വായിച്ചാന്ന് പറയുന്നത് എന്ന് പ്രത്യേകിച്ച് എനിക്കൊരു താല്പര്യമുണ്ട്. സൈഡിലോട്ട് തലയാട്ടാതെ വെറുതെ അറിയാതെ ആടിപ്പോകരുത് എന്ന് മാത്രം. അതുകൊണ്ട് നമുക്കൊരുമിച്ച് വചനത്തിന്റെ ഒരു ശക്തി നമ്മുടെ ഹൃദയത്തിലേക്ക് വരുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഗെനസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവൻ എത്തിക്കൊണ്ടിരിക്കുകയും 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, നിരാശയുടെ തീരമാണ്, പരാജയത്തിന്റെ തീരമാണെന്ന്. ആ പരാജയത്തിന്റെ തീരത്താണ് ഇവിടെ അത്ഭുതം സംഭവിക്കുന്നത് എന്ന് ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്. വല കഴുകുകയായിരുന്നു എന്ന ആ ഒരു പ്രയോഗത്തിലൂടെ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരവരുടെ ജോലി അവസാനിപ്പിച്ച് വല കഴുകുകയായിരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ they could catch nothing, ഒന്നും പിടിക്കാൻ കഴിയാതിരുന്ന ഒരു രാത്രിയിലെ അധ്വാനം മുഴുവൻ വെറുതെ ആയിപ്പോയി എന്ന് തോന്നിയ ഒരു രാത്രി, ഒരു പ്രഭാതകാലം ഇല്ലേ, ഒരു പ്രഭാതകാലം. ഞാനിപ്പോ ബഹുമാനപ്പെട്ട സാധനത്തിനോട് പറയായിരുന്നു, ഇതിന്റെ പാരലൽ പാസേജ് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലുണ്ട്. അച്ഛന്റെ മനോഹരമായ ഒരു പാട്ടുണ്ട്, വാത്സല്യത്തിനും പ്രാതലുമായി എന്ന് പറഞ്ഞ അച്ഛൻ എഴുതിയ ഒരു പാട്ടുണ്ട്. ഒരു പ്രാവശ്യം കുവൈറ്റിൽ ഞാൻ അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട അച്ഛൻ ഞാൻ പറയായിരുന്നു, വാത്സല്യത്തിനും പ്രാതലുമായി എന്നുള്ള അച്ഛന്റെ പാട്ട് ഒന്ന് ഗായക സംഘത്തെ കൊണ്ട് പാടിച്ച് ഞാനും അത് ഏറ്റുപാടി അതിനെക്കുറിച്ചൊരു ധ്യാനം പറഞ്ഞു എന്ന്. അപ്പോൾ വാത്സല്യത്തിന്റെ പ്രഭാതത്തിലാണ് ലഭിക്കുന്നത്. ഇവിടെ പ്രാതലിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷത്തിലെ ആ ഭാഗം ഒരു യൂക്കറിസ്റ്റിക് ടെക്സ്റ്റാണ്. അത് വിശുദ്ധ കുർബാനയെ കുറിച്ച് തന്നെ നമുക്ക് ചേർത്ത് വെച്ച് ധ്യാനിക്കാൻ കഴിയുന്ന ഒരു വേദഭാഗമാണ്. എന്നാൽ ഇവിടെ കർത്താവ് ശിഷ്യന്മാരെ നിയോഗിക്കുന്നതിനെ കുറിച്ചാണ് ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, വല കഴുകുകയായിരുന്നു. they were washing their nets. അവരുടെ വല കഴുകുന്നത് നിരാശയുടെ ഒരു പ്രതീകമാണ്. അങ്ങനെ വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് യേശുവിനെ തിക്കിക്കൊണ്ടിരുന്നുവെന്നും 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് കണ്ടുവെന്നുമാണ്. അപ്പൊ ഈ 2 പടകിന്റെ പ്രത്യേകതയാണ് ഒന്നാമത്തെ ഒരു ധ്യാനം. അതെന്താണ് ആ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, കീപ്പിംഗ് ദ പ്രോക്സിമിറ്റി ടു ദ വേർഡ്, വചനത്തോട് ഒരു സാമീപ്യം സൂക്ഷിക്കുക എന്നുള്ളതാണ്. കീപ്പിംഗ് ദ പ്രോക്സിമിറ്റി ടു ദ വേർഡ്, വചനത്തോട്. നിരാശയുടെ തീരങ്ങളിൽ വല കഴുകുമ്പോഴും വചനത്തോട് ഒരു സാമീപ്യം സൂക്ഷിക്കുന്ന ഒരു മനോഭാവം, ആ മനോഭാവം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അംഗം കാണാം താലി ഓടിക്കാം എന്ന് പറഞ്ഞതുപോലെ വല കഴുകുകയും ചെയ്യാം, ഇപ്പോൾ യേശുവിന്റെ വചനം കേൾക്കുകയും ചെയ്യാം. അതുകൊണ്ട് യേശുവിന്റെ വചന ശുശ്രൂഷയോടെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ് ഈ പടകുകൾ കേൾക്കത്തക്കവണ്ണം. ഇന്ന് വചനധ്യാനത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, we need to believe in the recreating power of the word of God. ദൈവവചനത്തിന്റെ പുനഃസൃഷ്ടി ചെയ്യുന്ന ശക്തിയെ കുറിച്ച് നമ്മൾ ബോധ്യമുള്ളവരാകണം. He can recreate me. അവന് എന്നെ പുനഃസൃഷ്ടിക്കുവാൻ സാധിക്കും. He can recreate us. നമ്മെ പുനഃസൃഷ്ടിക്കുവാൻ സാധിക്കും. നമ്മുടെ തെറ്റിപ്പോയ ഡയഗ്രങ്ങളുണ്ടല്ലോ, നമ്മുടെ തെറ്റിപ്പോയ ഡിസൈൻസ് ഉണ്ടല്ലോ, ആ ഡിസൈൻസിനെ ഒന്ന് തിരുത്തിയെടുക്കുവാൻ ദ മാസ്റ്റർ വീവർ ഈസ് എൻ എക്സ്പെർട്ട്. ദ മാസ്റ്റർ വീവർ ഏറ്റവും വലിയ നെയ്ത്തുകാരൻ. ഇദ്ദേഹത്തെ പോലെ പ്രവീണനായിട്ടുള്ള ഒരു നെയ്ത്തുകാരനില്ല. നെയ്തപ്പോൾ എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കി എടുക്കുവാൻ കഴിയുന്ന നെയ്ത്തുകാരൻ, ദ മാസ്റ്റർ വീവർ, ദ മാസ്റ്റർ ക്രിയേറ്റർ. നമ്മെ
നമ്മെ സൃഷ്ടിച്ച നമ്മുടെ ദൈവം സൃഷ്ടിക്കുക മാത്രമല്ല, പുനഃസൃഷ്ടി ചെയ്യുന്ന ദൈവമാണ്. Unless and until we are recreated, we cannot be effective. ദൈവം നമ്മെ പുനഃസൃഷ്ടിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇഫക്റ്റീവായി ജീവിക്കുവാൻ കഴിയുകയില്ല എന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് ഇന്നത്തെ ധ്യാനത്തിൽ ഒന്നാമത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, we need to keep proximity to the recreating word of God. ദൈവത്തിൻ്റെ പുനഃസൃഷ്ടി ചെയ്യുന്ന സാന്നിധ്യത്തോട്, അവൻ്റെ വചനത്തോട് നമുക്കൊന്ന് അടുത്തു നിൽക്കുവാൻ ദൈവം സഹായിക്കട്ടെ. വചനമാണ് ജീവിപ്പിക്കുന്നത്. നിങ്ങൾക്ക് രക്ഷയ്ക്ക് കാരണമായി തീർന്ന വചനം നിങ്ങളെ ജീവിപ്പിച്ചു എന്ന് മാത്രമല്ല, ഇന്ന് ജീവിപ്പിക്കുന്നതാണ്. ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ആ വചനം നിങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടേയിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. യൂണിയൻ കൺവെൻഷന് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, തുറന്ന വേദപുസ്തകം വിശ്വസിക്കുന്നവർ, വചനത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നവർ, പൗലോസ് അപ്പോസ്തലൻ 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വചനം, അതായത് നിങ്ങൾക്ക് രക്ഷയ്ക്ക് കാരണമായി തീർന്ന വചനം നിങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഈ വചനം ഒന്ന് വ്യാപരിക്കുവാൻ ഈ തട്ടുപന്തലിന്റെ കീഴിൽ ദൈവം തമ്പുരാന്റെ കൃപ വ്യാപരിക്കുമെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് let the word function among us. നമ്മുടെ മധ്യത്തിൽ ദൈവത്തിന്റെ വചനം ഒന്ന് ശക്തിയോടെ പ്രവർത്തിക്കട്ടെ. We are now closer to the recreating word of God. ദൈവത്തിന്റെ പുനഃസൃഷ്ടി ചെയ്യുന്ന വചനത്തോട് വളരെ സമീപിച്ചിരിക്കുകയാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ ഈ വചനം നമ്മോട് പറയുന്ന ചില ആലോചനകളെ സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാവണം. വചനത്തോട് ഒരു സാമീപ്യം സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒരുപാട് വചനം നമുക്കുണ്ട് എന്നാണ് പൊതുവെ പറയുക. വചനത്തിൽ ദൗർലഭ്യമുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുന്നില്ല. കാരണം ഇപ്പോൾ യൂട്യൂബ് തുറന്നാൽ നമുക്ക് ഇഷ്ടം പോലെ വചനമുണ്ട്, വാട്സാപ്പിലുണ്ട്, ഇഷ്ടം പോലെ കൺവെൻഷനാണ്. ഞാൻ ഇന്നലെ ഒരു കൺവെൻഷനിൽ പ്രസംഗിച്ചതാണ്, ഇന്നിവിടെ പ്രസംഗിക്കുന്നു, നാളെ വേറൊരിടത്തും പ്രസംഗിക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രസംഗ തൊഴിലാളിയായി ഞാൻ ഇപ്പോൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. എന്നെ ദൈവം തന്നെ ഏൽപ്പിച്ച നിയോഗം ഇപ്പോൾ അതാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവര്, വചനത്തിന് ദൗർലഭ്യമുണ്ടെന്ന് സെക്രട്ടറി പറഞ്ഞാൽ ഇയാൾക്ക് ഏതാണ്ട് വട്ടുണ്ട് എന്ന് നിങ്ങൾ പറയും. കാരണം ഇപ്പൊ വചനത്തിന് ഒരു ദൗർലഭ്യവും ഇല്ലെന്നാണ്. പക്ഷേ ഞാൻ പറയുന്നു, വചനത്തിന് ഇത്രയും ദൗർലഭ്യമുള്ള ഒരു കാലം വേറെ ഇല്ല. അതിന്റെ കാരണം ഈ വചനത്തെ ഒന്നും ആരും സ്വാംശീകരിക്കുന്നില്ല. ഇന്ന് കേട്ട വചനം നാളെ നമ്മൾ ഓർക്കുകയില്ല, ഓർക്കേണ്ട കാര്യമില്ല. നാളെ നമുക്ക് പുതിയത് കിട്ടുമല്ലോ എന്ന്, എന്നും പുതിയ മഞ്ഞയാണ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. പിന്നെ ഇപ്പൊ എന്തിനാ പഴയത് സൂക്ഷിക്കുന്നത് എന്നൊക്കെയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്ന വചനത്തെ ഉള്ളിൽ സ്വാംശീകരിച്ച് നമ്മുടെ ഉള്ളിൽ അത് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നാം ദൈവകൃപയിലാവണം. വചനത്തിന്റെ സമൃദ്ധി അനുഭവിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഒന്നാമത്തെ ഒരു ധ്യാനം ഞാൻ പറഞ്ഞു, കീപ്പിംഗ് പ്രോക്സിമിറ്റി ടു ദ റീക്രിയേറ്റിംഗ് വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിന്റെ പുനഃസൃഷ്ടിക്കുന്ന ശക്തിയോട് നമുക്കൊരു സാമീപ്യം സൂക്ഷിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. 2 മുന്നോട്ട് പോവുകയാണ്. നമ്മളിവിടെ വായിക്കുന്നു, ആ 2 പടകുകളിൽ ശിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. He selected the boat of Simon. അവൻ ശിമോൻ പത്രോസിന്റെ പടക് തെരഞ്ഞെടുത്തു എന്ന് നമ്മൾ വായിക്കുകയാണ്. എന്തുകൊണ്ടാണ് ശിമോൻ പത്രോസിന്റെ പടക് കർത്താവ് തെരഞ്ഞെടുക്കുന്നത്? I believe he has a vulnerability to the spirit. വചനത്തോടുള്ള ഒരു വൾനറബിലിറ്റി. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒന്നിനും വൾനറബിൾ അല്ലാത്തവരാണ് മല്ലന്മാർ. ഒന്നിനോടും വൾനറബിൾ അല്ലാത്തവരാണ് മല്ലന്മാർ. യാതൊന്നിനോടും വൾനറബിൾ അല്ല, യാതൊന്നിന്റെയും മുമ്പിൽ കീഴടങ്ങി കൊടുക്കുന്നവരല്ല മല്ലന്മാർ. എന്നാൽ വചനത്തിന് മുമ്പിൽ കീഴടങ്ങി കൊടുക്കണം. മലപ്പള്ളി യൂണിയൻ കൺവെൻഷനിൽ നിന്ന് വചനത്തിന് മുമ്പിൽ കീഴടങ്ങി കൊടുക്കുന്ന ദൈവ പൈതങ്ങളുടെ ഒരു പുറപ്പാട് നമ്മുടെ മധ്യത്തിൽ സംഭവിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. And he chose the boat of Simon Peter. ശിമോൻ പത്രോസിന്റെ പടക് തെരഞ്ഞെടുക്കുകയാണ്. He is ready to give away
ടു ജീസസ്. യേശുവിന് വിട്ടുകൊടുക്കുവാൻ അദ്ദേഹം തയ്യാറാണ്. ശിമോൻ പത്രോസിനോട് അല്പം കൂടെയൊക്കെ പരിചയമുണ്ട് യേശുവിനെന്ന് നമുക്ക് ഈ അധ്യായത്തിന് തൊട്ട് മുമ്പുള്ള ഭാഗമൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാകും. യേശു പള്ളിയിൽ പ്രസംഗിച്ചിട്ട് ഇറങ്ങി വന്നപ്പോൾ ശിമോന്റെ വീട്ടിൽ പോയി ശിമോന്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കി. പനി പിടിച്ച് കിടക്കുകയായിരുന്നു, ജ്വരം പിടിച്ച് കിടക്കുകയായിരുന്നു, സൗഖ്യമാക്കി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. സോ ഹി ഹാഡ് സം ഫെമിലിയാരിറ്റി ടു സൈമൺ. ഈ ശിമോൻ പത്രോസിനോട് എന്തോ ഒരു ബന്ധമൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ശിമോൻ പത്രോസിന്റെ ആറ്റിറ്റ്യൂഡ് കർത്താവിനറിയാം. അതുകൊണ്ട് തന്നെ അവന്റെ പടകിൽ യേശു തമ്പുരാൻ കയറി. പടക് ശൂന്യമായിരുന്നു. ആ പടകിൽ യേശു തമ്പുരാൻ കയറുകയാണ്. ഒന്ന് പോസ് കൊടുത്തിട്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് ശാന്തമായി ധ്യാനിക്കണം. എൻ്റെ ജീവിത പടകിൽ എൻ്റെ യേശു കയറുമോ? എൻ്റെ ജീവിത പടകിൽ യേശുവിനെ കയറാനായിട്ടുള്ള ഒരു വിജയപ്പെടൽ എൻ്റെ ഭാഗത്തുണ്ടോ? ഇന്ന് ഈ നിലക്കണ്ണാടിയിൽ, നമ്മുടെ മുമ്പിൽ പിടിച്ചു തരുന്ന നിലക്കണ്ണാടിയിൽ നമ്മളെ തന്നെ കാണുമ്പോൾ കർത്താവെ ഉള്ളതുപോലെ ഒന്ന് കാണുവാൻ, ഉള്ളതുപോലെ എന്നെ തന്നെ അറിയുവാൻ, നിന്നെ തന്നെ ഒന്ന് തിരിച്ചറിയുവാൻ, എന്നെ തന്നെ ഒന്ന് തിരിച്ചറിയുവാൻ ഈ വചനത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്നെ സഹായിക്കണമേ. ഒരേ സമയത്ത് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചും ഞാൻ ആയിരിക്കേണ്ടുന്ന അവസ്ഥയെക്കുറിച്ചും എന്നെ കാണിച്ചു തരുന്ന മൾട്ടി ഡയമെൻഷനലായിട്ടുള്ള റിഫ്ലക്ഷൻ ഉണ്ടാവുന്ന, പ്രതിഫലനം ഉണ്ടാവുന്ന ഈ വചനത്തിന്റെ മുമ്പിൽ കർത്താവെ എന്നെ ഒന്ന് വിനയപ്പെടുത്തുവാൻ, എൻ്റെ പടകിൽ നീ കയറത്തക്കവണ്ണം എൻ്റെ ജീവിതത്തെ ഒന്ന് സമർപ്പിതമാക്കുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. ശിമോൻ പത്രോസിന്റെ പടകിൽ യേശു തമ്പുരാൻ കയറിയെങ്കിൽ എൻ്റെ പടകിൽ യേശു കയറുമോ? വാട്ട് ഈസ് the familiarity of Jesus with our mundane activities? നമ്മുടെ സാധാരണ ജീവിതത്തിന്റെ സാധാരണ അനുഭവങ്ങളിൽ യേശുവിന് നമ്മെക്കുറിച്ചുള്ള ഇന്നത്തെ പരിചയം എന്താണ്? പ്രിയപ്പെട്ടവരെ, are we willing to oblige? നമ്മൾ ഒബ്ലൈജ് ചെയ്യാൻ തയ്യാറാണോ? അതിന് നമ്മൾ തയ്യാറായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ദൈവത്തിന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ സമർപ്പിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സമർപ്പണം ഇന്ന് ഈ പന്തലിന്റെ കീഴിലുണ്ടാവണം. കർത്താവെ, നീ എൻ്റെ ഉള്ളിലേക്ക് വരണമേ. എൻ്റെ ഹൃദയവാതിക്കൽ നിന്ന് മുട്ടുന്ന നിന്റെ ശബ്ദം കേട്ട് അകത്ത് പ്രവേശിപ്പിക്കുവാൻ, നീ എന്നോടും ഞാൻ നിന്നോടും കൂടി അത്താഴം കഴിക്കുവാൻ, എന്റെ ദൈവം തമ്പുരാനെ ആ ഒരു വലിയ കൂട്ടായ്മയുടെ അനുഭവത്തിൽ നിറയുവാൻ ദൈവം സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. യെസ്, സൈമൺ വാസ് എ വൾനറബിൾ സ്പിരിറ്റ്. ശിമോന്റേത് അങ്ങനത്തെ ഒരു ആത്മാവാണ്, വളരെ വൾനറബിൾ ആണ്. അതുകൊണ്ട് തന്നെ യേശു തമ്പുരാൻ ആ പടകിൽ കയറി. എന്നിട്ട് നമ്മൾ വായിക്കുകയാണ്, ആ പടകിൽ കർത്താവ് കയറിയിട്ട് ശിമോനോട് അപേക്ഷിച്ചു. എന്താണ് അപേക്ഷിച്ചത്? കരയിൽ നിന്ന് അല്പം നീക്കണം. എന്തിനാണ് കരയിൽ നിന്ന് അല്പം നീക്കുന്നത്? ജനസമൂഹത്തെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയാണ്. ആൻഡ് ദിസ് എംപ്റ്റി ബോട്ട്, ഈ ശൂന്യമായ പടകുണ്ടല്ലോ, ആ ശൂന്യമായ പടകിനെ കർത്താവ് ഒരു സ്റ്റേജായി ഉപയോഗിക്കുകയാണ്. ശൂന്യമായ പടകിനെ കർത്താവ് ഒരു സ്റ്റേജായി, ഒരു പ്ലാറ്റ്ഫോമായി ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പന്തലിന്റെ കീഴിലിരുന്നു കൊണ്ട് ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്നവരുടെ ജീവിതങ്ങളിൽ ചിലതെങ്കിലും ശൂന്യമാണ്. അങ്ങനെ ശൂന്യമായിരിക്കുന്ന എന്റെ ജീവിത പടകിനകത്തേക്ക് എന്റെ കർത്താവിനെ പ്രവേശിക്കുവാൻ, കർത്താവിനെ പ്രവേശിപ്പിക്കുവാൻ ദൈവം തമ്പുരാനെ എനിക്ക് ഇളതായ ഒരു മനസ്സ് തരണമേ. എന്റെ ആത്മാവിനെ അങ്ങനെ തന്നെ ഒന്ന് സെൻസിറ്റീവ് ആക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ശരീരം രോഗഗ്രസ്തമാണോ? ശരീരം രോഗഗ്രസ്തമായിട്ട് വല്ലാതെ ക്ഷീണിച്ചു പോയിട്ടുണ്ടോ? എവിടെയോ നിരാശ ബാധിച്ച ചില ജീവിതാനുഭവങ്ങളിലൂടെ നാം പോവുകയാണോ? ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ പറയുന്നതും ഇന്ന് പ്രസ്താവിക്കുന്നതും എന്റെ ദൈവം എഴുന്നള്ളി വന്നിരിക്കുന്നത് നിന്റെ നിരാശയിൽ നിന്നെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പുനഃസൃഷ്ടി ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ പുനഃസൃഷ്ടി ചെയ്ത എത്രയെത്ര അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. എത്രയെത്ര അനുഭവങ്ങളുണ്ട്, പുനഃസൃഷ്ടി ചെയ്ത അനുഭവങ്ങൾ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ലെന്ന്, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ലെന്ന്,
ഒരു രാമം പുലരാതിരുന്നിട്ടില്ലെന്ന് എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ പാടിയത് രാത്രിയിലൂടെ കടന്നുപോയപ്പോഴാണ്. അച്ഛൻ രാവിലെ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ എവിടെയൊക്കെയോ രാവ് കടുത്തപ്പോൾ, കനം തൂങ്ങി അന്ധകാരം ഉണ്ടായിരുന്നപ്പോൾ, ജീവിതത്തിൽ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അയ്യം വിളിച്ചപ്പോൾ എന്റെ ദൈവം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഞാനും അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുടെ പിന്തുടർച്ചക്കാരനാണ്. ആ അനുഭവങ്ങളുടെ പിന്തുടർച്ചയിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ വചന ശുശ്രൂഷ നടത്തിയിട്ടുള്ളിടത്തൊക്കെ ഒരു പക്ഷേ എപ്പോഴെങ്കിലും ഒക്കെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. കൊച്ചുനാളെന്ന് വളർന്നു വരുമ്പോൾ ഒരുപാട് ഭാരങ്ങളുടെ, രോഗങ്ങളുടെ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ വളർന്നു വന്നൊരു കുടുംബമാണ് എൻ്റേത്. കാലത്തും മധ്യാഹ്നത്തും സന്ധ്യയ്ക്ക് ഏത് നേരത്തും സങ്കടം ബോധിപ്പിച്ച് കരയുവാൻ കടകടച്ചകത്ത് കയറി നട്ടുച്ചയ്ക്ക് പ്രാർത്ഥിക്കുന്ന ഒരമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്. രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും നിലവിളിക്കുകയാണ്. നിലവിളിക്കുന്നത് എൻ്റെ പിതാവ് സുഖമില്ലാതെ ആശുപത്രിയിൽ ദീർഘകാലം കിടന്നപ്പോഴാണ്. എൻ്റെ സഹോദരിമാരാണ് എനിക്കുള്ളതെല്ലാം, മൂത്തതെല്ലാം. ഞാനൊരു 6ാം തമ്പുരാനാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് മുമ്പ് 5 തമ്പുരാട്ടിമാരാണ്. 6ാമത്തേത് ഞാൻ. എൻ്റെ താഴെ 2 തമ്പുരാട്ടിമാരുടെ, അങ്ങനെ 7ആണ്. ഞാനൊന്ന് 8ആണ്. ഇതിനിടയ്ക്ക് ഒരേ ഒരാളാണ് ഞാൻ, ഒരേ ഒരു മെയിന്. അപ്പോൾ അങ്ങനെ വളർന്നു വന്നാൽ ഞാൻ എഴുന്നേറ്റിട്ടില്ലാത്ത കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞായിരുന്നപ്പോൾ വീട്ടിലെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ രോഗിയായിരിക്കുന്ന അപ്പച്ചൻ ദീർഘകാലം ആശുപത്രികളിലായിരുന്നപ്പോൾ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും യേശുദേവനെ കിളിവാതിനെ തുറന്നിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ സംഘർഷങ്ങളും സങ്കടങ്ങളും ദൈവസന്നിധിയിൽ ഇങ്ങനെ പറയുമ്പോൾ എപ്പോഴെങ്കിലും അതിൻ്റെ മധ്യത്തിൽ ദൈവത്തോട് ചോദിച്ച് വാങ്ങിച്ചുവെന്ന് എന്നെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ. എൻ്റെ ഓമന പേര് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന മുറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഏങ്ങലടിയായിട്ട് മാറും, നെടുവെറുപ്പായിട്ട് മാറും, അപ്പോൾ അത് കരച്ചിലായിട്ട് മാറും. അന്നേരം വരെ വളരെ വാചാലമായി പ്രാർത്ഥിച്ചിരുന്ന അമ്മ എൻ്റെ പേര് പറയുമ്പോൾ അത് ഏങ്ങലടിയായിട്ട് മാറുകയാണ്. ഞാൻ വിചാരിച്ച എന്താ ഇങ്ങനെ അമ്മ ഏങ്ങലടിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഞാനങ്ങനെ കുഴപ്പക്കാരനല്ലല്ലോ, പിന്നെന്തിനാണ് ഇങ്ങനെ ഏങ്ങലടിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. റോമാലേഖനം പഠിപ്പിക്കുന്നു, വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിന് തുണനിന്ന് നമ്മുടെ ഞരക്കങ്ങളെ പ്രാർത്ഥനകളായി എത്തിക്കുന്നു. ഹല്ലേലൂയ എന്ന് പറയാൻ താല്പര്യമുള്ളവർക്ക് ഹല്ലേലൂയ പറയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകൾക്ക് പരിമിതി ഉണ്ടാകുമ്പോൾ, വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തീവ്രമായ ആഗ്രഹങ്ങളും തീവ്രമായ പ്രതിസന്ധികളും നമുക്കുണ്ടാകുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ഒന്ന് അയ്യം വിളിക്കുമ്പോൾ, ഒന്ന് നിലവിളിക്കുമ്പോൾ, ഹൃദയത്തിന്റെ തേങ്ങലിനെ പ്രാർത്ഥനയായിട്ട് രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവമാണ് എന്റെയും നിങ്ങളുടെയും ദൈവം. പ്രിയപ്പെട്ടവർ, ഈ ദൈവം നമ്മുടെ മധ്യത്തിൽ ഇന്നുണ്ട്. ഹല്ലേലൂയ. ആ ദൈവം നമ്മുടെ മധ്യത്തിൽ ഇന്നുണ്ട്. ഇതിന്റെ സമീപത്തായിട്ടുണ്ട്. ഇടതുവശത്തായിട്ട്, വലതുവശത്തായിട്ട്, പിൻഭാഗത്തായിട്ട്, മുൻഭാഗത്തായി ദൈവം നമ്മെ ഇങ്ങനെ ചുറ്റും ചൂഴ്ന്നു നിൽക്കുകയാണ്. അവന്റെ സാന്നിധ്യം അറിയുന്ന ദൈവത്തിന്റെ മക്കളെ കർത്താവ് നിന്നോട് പറയുകയാണ്, നിന്റെ ഈ ഒഴിഞ്ഞ പടകിനെ കർത്താവിന് ആവശ്യമുണ്ട്. ഒരുപക്ഷെ നീ ക്ഷീണിച്ചിട്ടുണ്ടാവാം, ഒരുപക്ഷെ നീ തളർന്നിട്ടുണ്ടാവാം, ഒരുപക്ഷെ ചില സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയായിരിക്കാം. എന്നാൽ ഒരട എനിക്ക് ഉണ്ടാക്കി കൊടുത്ത ഒരു ചെറിയ അട, എന്റെ കലത്തിൽ മാവില്ല, എന്റെ കലശത്തിൽ എണ്ണയില്ല, എന്നാൽ നിനക്കുള്ളത് കൊണ്ട് എനിക്കൊരു ചെറിയ അടയുണ്ടായി കൊണ്ടുപോവാ. നിന്റെ കലശത്തിലെ എണ്ണ വറ്റിപ്പോവുകയില്ല, നിന്റെ കലത്തിലെ മാവ് തീർന്നു പോകുകയുമില്ല. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിന്റെ വചനമാണ്. നമ്മുടെ യുക്തിക്കപ്പുറത്തായിട്ടുള്ള ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, കരയിൽ നിന്ന് അല്പം ഒന്ന് നീക്കാമോ,
I want your boat to be a stage from where the word of God will be proclaimed. ദൈവത്തിന്റെ വചനത്തെ ഒന്ന് പ്രൊക്ലെയിം ചെയ്യാൻ, ദൈവത്തിന്റെ വചനത്തെ ഒന്ന് പ്രഘോഷിക്കുവാൻ എനിക്ക് നിന്റെ ഒഴിഞ്ഞ ജീവിതത്തെ ആവശ്യമുണ്ട്. ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഈ പന്തലിനകത്തിരിക്കുന്ന ആരോടോ പറയുകയാണ്, നിന്റെ ഒഴിഞ്ഞ ജീവിതത്തെ എന്റെ ദൈവത്തിന് ആവശ്യമുണ്ട്. നിന്റെ ഈ ഒഴിഞ്ഞ പടകിനെ എന്റെ ദൈവത്തിന് കൊടുക്കണം. നിനക്കറിയാവുന്നതുപോലെ നീ കർത്താവിനെ കുറിച്ച് പറഞ്ഞു, നിനക്കറിയാവുന്നതുപോലെ നീ കർത്താവിനെ കുറിച്ച് സാക്ഷിച്ചു. എന്റെ ദൈവം നിന്റെ ജീവിതത്തിന്റെ കർത്താവായി പടകിനകത്ത് എഴുന്നള്ളി വരും. ഹല്ലേലൂയ. അതാണ് ഇവിടെ സംഭവിച്ചത്. യെസ്, ഹി വാസ് വൾനറബിൾ. പത്രോസ് വൾനറബിൾ ആണ്. പത്രോസിന്റെ പടകിനകത്തേക്ക് കർത്താവ് കയറി. എന്നിട്ട് കർത്താവ് പറഞ്ഞു, എനിക്ക് ഈ ഒഴിഞ്ഞ പടക് വേണം, അല്പം ഒന്ന് നീക്ക്, ഞാൻ ഇതിനെ ഒരു സ്റ്റേജ് ആയിട്ട് ഉപയോഗിക്കട്ടെ. അവിടെ നിന്നുകൊണ്ട് കർത്താവ് വചന ശുശ്രൂഷ നടത്തുകയാണ്. പുരുഷാരത്തോട് സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ വിശ്വസിക്കുന്നു, ഏത് പടക് ശൂന്യമായിരിക്കുന്നുവോ ആ പടകിനെ എൻ്റെ ദൈവം ഉപയോഗിക്കുമ്പോൾ അനേകാളുകൾ ആ വചനം കേൾക്കും. എന്റെ വിശ്വാസം ഞാൻ പറയട്ടെ, ഏറ്റവും സുഖമായിരിക്കുന്നവൻ വചന ശുശ്രൂഷ നടത്തുന്നതിനേക്കാൾ നല്ലതാണ് ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെ പോകുന്നവൻ വചന ശുശ്രൂഷ നടത്തുന്നത്. അതിന്റെ കാരണം ഒന്നിനും തകർത്ത് കളയാൻ കഴിയാത്ത ആത്മവിശ്വാസമാണ്. പാമ്പൻ കാലത്തിന്റെ ബലമാണ്. പാമ്പൻ കാലത്തിന്റെ പരസ്യം കണ്ടിട്ടില്ലേ? തകർത്ത് കളയാൻ കഴിയാത്ത വിശ്വാസം, ഇല്ലേ? തകർത്ത് കളയാൻ കഴിയാത്ത ആത്മവിശ്വാസം ദൈവത്തിന്റെ പൈതലിന് ദൈവം തരികയാണ്. അത് ദൈവം കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ ശക്തി കൊണ്ടല്ല, നമ്മുടെ ബലം കൊണ്ടല്ല, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലാണ്. ആ ദൈവത്തിന്റെ ആത്മശക്തി വ്യാപരിക്കുന്ന ജീവിതങ്ങൾ ഈ തട്ടുപന്തലിന്റെ കീഴിൽ നിന്ന് പുറപ്പെട്ടു പോകട്ടെ. ഹല്ലേലൂയ. അതാണ് രണ്ടാമത്തെ കാര്യം. പ്രിയപ്പെട്ടവരെ, ശിമോന്റെ പടകിൽ യേശു കയറി ആ പടകിനെ ഒരു സ്റ്റേജായി ഉപയോഗിച്ചു. എന്നിട്ട് തന്റെ ഈ വചന ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ യേശു തമ്പുരാൻ ശിമോനോട് പറയുകയാണ്, ആഴത്തിൽ നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കണം. അപ്പോൾ ശിമോൻ പത്രോസ് പറഞ്ഞു, നാഥ, ഈ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അടുത്ത വാക്യം വളരെ പ്രധാനപ്പെട്ടതാ പ്രിയപ്പെട്ടവരെ. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഞാൻ വലയിറക്കുന്നത് എന്റെ അനുഭവ സമ്പത്ത് കൊണ്ടല്ല. എന്റെ അനുഭവ സമ്പത്ത് എന്നോട് പറയുന്നു ഒന്നും കിട്ടത്തില്ലെന്ന്. കഴിഞ്ഞ ഒരു രാത്രി മുഴുവൻ ഈ വലിയ മുക്കുവൻ എന്നാണ് ശിമോൻ പത്രോസിന്റെ ഡഗ്ലസി നോയിഡ് കൊടുത്ത പേര്, ദ ബിഗ് ഫിഷർമാൻ. ദ ബിഗ് ഫിഷർമാൻ അല്ലേ? വലിയ മുക്കുവൻ, ഗലീലക്കടലിന്റെ ഗതിവിഗതികളെ അറിയാവുന്ന വലിയ മുക്കുവൻ. ആ വലിയ മുക്കുവൻ അറിയാം എപ്പോൾ മീൻ കിട്ടുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. നിന്റെ വാക്കിന് വലയിറക്കുകയാണ്. ബിക്കോസ് നിന്റെ വാക്ക് എന്ന് പറയുന്നത് എന്താണ്? നിന്റെ വാക്ക് സൃഷ്ടിക്കുന്നതാണ്. നിന്റെ വാക്ക് പുനഃസൃഷ്ടിക്കുന്നതാണ്. നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഞാൻ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ, we need to believe in miracles. നമ്മൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കണം. എന്ത് അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ? ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിന് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും. ഏറ്റവും വലിയ അത്ഭുതം നിരാശ ബാധിച്ചിരിക്കുന്ന മനുഷ്യൻ നിരാശ വിട്ട് എഴുന്നേൽക്കുന്നതാണ്. ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുന്നവൻ എഴുന്നേറ്റ് പിന്നെ 40 ദിവസം കൂടെ ഓടുന്നതാണ്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. പ്രിയപ്പെട്ടവരെ, we need to believe in miracles. ദൈവിക അത്ഭുതങ്ങളിൽ വിശ്വസിക്കണം. ഒരത്ഭുതത്തിലും വിശ്വസിക്കാൻ ഇവിടെ ആരും ഇരിക്കണ്ട. പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും, മഴ പെയ്യണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഴ പെയ്യണേ എന്ന് വല്ലാതെ നല്ല വരൾച്ചയുള്ളപ്പോൾ പ്രാർത്ഥിക്കാം, മഴ പെയ്യണേ. മഴ പെയ്യണമെന്ന് പ്രാർത്ഥിക്കാൻ വന്ന ആരുടെയും കൈ കൊടയില്ല. ആരുടെയും കൈ കൊടയില്ല. ഒരു കൊച്ചിന്റെ മാത്രം കൈ കൊടയുണ്ട്. അവന്റെ പ്രാർത്ഥനയുണ്ട്, ശരിയായിട്ടുള്ള പ്രാർത്ഥന. കാരണം he believed in God's miracles. ദൈവത്തിന്റെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നവരായിരുന്നു. നമുക്ക് ദൈവത്തിന്റെ അത്ഭുതങ്ങളൊന്നും വിശ്വസിക്കണം. എന്റെ ജീവിതത്തിലെ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ജീവിത പ്രതിസന്ധികൾക്ക് മാറ്റം വരുത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയും. God can do miracles in my life. എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും എന്നാണ്.
നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഇത് വലിയൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. ഞാൻ ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. പ്രകൃതി ശക്തികളുടെ മേലും പ്രകൃതി വിഭവങ്ങളുടെ മേലും അധികാരമുള്ള സൃഷ്ടാവാം ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ഇരിക്കുന്നത്. നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും അറിയുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇരിക്കുന്നത്. പട്ടം കെട്ടുമ്പോൾ, സഭയിൽ പട്ടം കെട്ടുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ബിഷപ്പ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അദ്ദേഹം പറയുകയാണ്, ഇവന്റെ നിരൂപണങ്ങളെ പോലും നീ അറിയുന്നുണ്ട്. ഇവിടെ മുട്ടുകുത്തിയിരിക്കുന്നവന്റെ നിരൂപണങ്ങളെ പോലും നീ അറിയുന്ന ദൈവമാണ്. അവിടെ കർത്താവേ, ഇവന്റെ നിരൂപണങ്ങളിൽ അത്ഭുതമുണ്ടാക്കുവാൻ നിനക്ക് കഴിയും. God can do wonders. പ്രിയപ്പെട്ടവരെ, it is God who moves. ദൈവമാണ് ചലിക്കുന്നത്. നമ്മുടെ ദൈവത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയും, ചലിക്കുന്നവനും ചലിപ്പിക്കുന്നവനുമാണ് നമ്മുടെ ദൈവം. ഇത് ഞാൻ വിശ്വസിക്കുന്നു. Not on our merits, but on His grace. നമ്മുടെ ആരുടെയും നന്മ കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ പണ്ട് പോന്നിയിൽ പത്തനംതിട്ടയ്ക്ക് രാവിലെ ബസ്സിൽ പോകുന്നത് ചന്ദ്രിക എന്ന് പറയുന്ന ഒരു ബസ്സിലായിരുന്നു. അപ്പൊ ചന്ദ്രിക ബസ്സിൽ രാവിലെ 5:30 എലിയറക്കൽ ജംഗ്ഷനിൽ വന്ന് കയറും. അപ്പൊ രാവിലെ നേരത്തെ പോകണമെങ്കില്ല ആ വണ്ടി വന്ന് കയറുന്നില്ല. അങ്ങനെ വന്ന് കയറുമ്പോൾ ഒരു പഴയ വണ്ടിയായിരുന്നു അന്ന് ചന്ദ്രിക. അത് കുരച്ചും കിതച്ചും ഒക്കെ ഈ പത്തനംതിട്ട വന്ന ഭാഗ്യം. അങ്ങനെ പഴയ വണ്ടി, ഇപ്പൊ അതെല്ലാം നല്ല അടിപൊളി വണ്ടിയായിട്ടുണ്ട്. എന്നാൽ അന്ന് അങ്ങനെ ഒരു വണ്ടിയായിരുന്നു. എന്നാൽ ആ വണ്ടിയിൽ കയറുമ്പോൾ ഞാൻ ആ വണ്ടിയുടെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്ന അതിമനോഹരമായ വാചകം അന്ന് കാണാതെ പഠിച്ചതാണ്. അതോടൊപ്പം യേശു കർത്താവിന്റെ ഒരു പടമുണ്ട്. അതിന് താഴെ നോട്ട് ഓൺ അവർ മെറിറ്റ്സ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ്. നമ്മുടെ ആരുടെയും നന്മ കൊണ്ടല്ല, കർത്താവിന്റെ കരുണ കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അത് വിശ്വസിക്കണം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, വിഷയങ്ങളോർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ചില ആളുകൾ അവരോടുകൂടെ അച്ഛാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നാവശ്യപ്പെടുമ്പോൾ ഞാൻ എല്ലായ്പ്പോഴും അടിവരയിടുന്ന ചന്ദ്രിക ബസിന്റെ മുമ്പിൽ എഴുതിയ അതേ വചനം തന്നെയാണ്. നോട്ട് ഓൺ അവർ മെറിറ്റ്സ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ്. നമ്മുടെ ആരുടെയും കഴിവ് കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിന്റെ കൃപയെ ആഘോഷിക്കണം. നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യാം. ദൈവത്തിന്റെ കൃപയെ, കാര്യങ്ങളെ സാധിപ്പിക്കുന്ന, കാര്യങ്ങളെ മൂവ് ചെയ്യുന്ന പ്രൈം മൂവർ, എല്ലാത്തിനെയും ചലിപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട് എന്ന് തിരിച്ചറിയുവാൻ വേണം. ദൈവം നമുക്ക് കൃപ തരട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. അതുകൊണ്ട് ഈ 3-ാമത്തെ ധ്യാനം എന്താ പറഞ്ഞത്? നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. എന്റെ പരിചയ സമ്പത്ത് കൊണ്ടല്ല, നിന്റെ വാക്കുകൊണ്ടാണ് കർത്താവേ ഞാൻ വലയിറക്കുന്നത്. അങ്ങനെ വലയിറക്കി എന്നാണല്ലോ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. പെരുത്ത മീൻകൂട്ടം അകപ്പെടുകയാണ്. എന്നിട്ട് നമ്മൾ വായിക്കുന്നു, ആ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടപ്പോൾ ഒരു പടകിലുള്ളവർക്ക് മാത്രമായി വല വലിച്ചു കയറ്റുവാൻ കഴിയാതെയിരുന്നു. അപ്പോൾ അവർ മറ്റേ പടകിലുള്ളവരെ മാടി വിളിച്ചു എന്നാണ്. മറ്റേ പടകിലുള്ളവരെ ചേർത്ത് നിർത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം വായിക്കുന്നു, ദൈവത്തിന്റെ അത്ഭുതം നടക്കുന്നത് മറ്റേ പടകിലുള്ളവർ കൂടെ വന്ന് ചേർന്ന് നിൽക്കുമ്പോഴാണ്. ദൈവത്തിന് സ്തോത്രം. മറ്റേ പടകിലുള്ളവരൂടെ വന്ന് ചേർന്ന് നിന്ന് വല വലിക്കുമ്പോഴാണ്. അങ്ങനെ വല വലിക്കുന്ന സുന്ദരമായ ഒരു സന്ദർഭത്തെ ഗന്നേസരത്ത് തടാകം ഇവിടെ അവതരിപ്പിക്കുകയാണ്. യേശുവിന്റെ വചനത്താൽ വലയിറക്കിയപ്പോൾ ആ വലക്കകത്ത് ഒരു കൂട്ടർക്ക് മാത്രമായിട്ട് വലിച്ചു കയറ്റാൻ കഴിയാത്ത തരത്തിൽ സമൃദ്ധമായ മീൻ സമ്പത്തുണ്ടായി എന്ന് നമ്മൾ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതിന്റെ വാക്കിൽ ഞാൻ വലയിറക്കും. അങ്ങനെ വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം ഉണ്ടായി. ആ പെരുത്ത മുൻകൂട്ടം ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരാൾക്ക് മാത്രമായിട്ട് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഒരു പടകിന് മാത്രമായിട്ട് കഴിഞ്ഞില്ല. മറ്റേ പടകിലുള്ളവരെ കൂടെ മാടി വിളിക്കുക. പ്രിയപ്പെട്ടവരെ, എവിടെയാണ് ദൈവിക പ്രവർത്തനങ്ങൾ സംഭവിക്കുക? ദൈവിക പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നത് വാസ്തവമായും കൂട്ടായ്മയിലാണ്. ദൈവിക പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നത് കൂട്ടായ്മയിലാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, ഒരുമിച്ച് വിഭവങ്ങൾ ശേഖരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, കൊയിനോണിയ, ഈ വലിയ വിഭവ സമാഹരണത്തിന്റെയും പങ്കുവെക്കലിന്റെയും അനുഭവം ഉണ്ടാകുമ്പോൾ, ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഒരുവനെ ശക്തീകരിക്കുമ്പോൾ, പ്രിയപ്പെട്ട ഒരു ദൈവത്തിന്റെ അത്ഭുതം നടക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു,
എന്നോടൊരുവൻ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ആ ആള് പറയുന്നത്, എന്നെ കൊണ്ട് മാത്രമായി ഈ വല വലിക്കാൻ പറ്റുന്നില്ല അച്ഛോ, അച്ഛൻ കൂടെ ചേർന്ന് ഈ വലയൊന്ന് വലിക്കണമെന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഞാൻ പറയും, ഞാനിവിടെ ചേർന്ന് വലിക്കാം, ഞാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവർത്തനം കണ്ടിട്ടുണ്ട്. ഞാനത് എൻഡോഴ്സ് ചെയ്ത് പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അത്ഭുതം സംഭവിച്ചു. മൂന്നാമത്തെ കാര്യമാണ് ഇതാ, പടകിൽ നിറയെ മീൻ. അവിടുത്തെ വചനത്താൽ അങ്ങോട്ട് വലയിറക്കിയപ്പോൾ ഒരു പടകുകാരോടെ വന്ന് മാടി വിളിച്ച് അവരോട് വന്ന് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരനുഭവം ഉണ്ടാവുകയാണ്. അപ്പോൾ നാലാമത്തെ ഒരു ധ്യാനം, ശിമോൻ പത്രോസ് ഇത് കണ്ടാതെ ശിമോൻ പത്രോസ് യേശുവിന്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, ഞാൻ പാപിയായ മനുഷ്യനാണ്, എന്നെ വിട്ടുപോകണമേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ബാക്കിയുള്ള എല്ലാ ശ്രദ്ധയിൽ നിന്നും ഇപ്പോൾ എന്നെ മാത്രം ശ്രദ്ധിക്കണം. വീട്ടിൽ തന്നെ ആവശ്യപ്പെടുന്നു, മറ്റു കാര്യങ്ങളൊക്കെ നടന്നു കൊള്ളട്ടെ, എന്നാൽ ഇപ്പോൾ ഞാനാണ് ഏറ്റവും സുന്ദരൻ. കാരണം ഞാൻ ദൈവത്തിന്റെ സൗന്ദര്യമുള്ള വചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ വചനത്തിന്റെ ആഘോഷം നമ്മുടെ മധ്യത്തിൽ സംഭവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ശിമോൻ പത്രോസ് പറഞ്ഞു, ഞാൻ പാപിയായ മനുഷ്യനാണ്, നീ എന്നെ വിട്ടുപോകണമേ എന്ന് ശിമോൻ പത്രോസ് പ്രാർത്ഥിക്കുമ്പോൾ യേശു തമ്പുരാൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കും. ഹല്ലേലൂയ. നീ ഭയപ്പെടേണ്ട. ഡു നോട്ട് ബി അഫ്രൈഡ്. നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം പാപിയെ സ്നേഹിക്കുന്നവനാണ് ഞാൻ. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്നവന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ഇതാണ് നിർമ്മല സുവിശേഷം. ഹല്ലേലൂയ. ഇതാണ് നിർമ്മല സുവിശേഷം. ഇത് പറയാതെ സുവിശേഷമില്ല. സുവിശേഷം സുവാർത്തയാകുന്നത് അവൻ പാപിയെ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ശിമോൻ പത്രോസിന് അവൻ പാപിയായ മനുഷ്യനാണ് എന്നുള്ള ആഴത്തിലുള്ള അവബോധം ഉണ്ടായപ്പോൾ അദ്ദേഹം യേശുവിനോട് പറഞ്ഞു, എന്നെ വിട്ടുപോകണമേ എന്ന്. പക്ഷെ യേശു പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. യു ആർ എ ഫിഷർമാൻ, യു വിൽ ബിക്കം ദ ഫിഷർ ഓഫ് മെൻ. മനുഷ്യരെ പിടിക്കുന്നവനായി നീ മാറാനായിട്ട് പോവുകയാണ്. നിന്റെ ബലഹീനതയിലും നിന്റെ തകർച്ചയിലും നിന്റെ ക്ഷീണത്തിലും നിന്റെ ശൂന്യതയിലും നിന്നോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവം തമ്പുരാൻ ഈ പടകിനകത്ത് മീൻ വർദ്ധിപ്പിച്ചു എന്നുള്ളതല്ല നിന്റെ നേട്ടം. നിനക്കുണ്ടായ ഭൗതികമായ അഭിവൃദ്ധിയുമല്ല. നേരത്തെ വാഗണാറായിരുന്നു, ഇപ്പോൾ എൻ്റെ കാറ് കുറച്ചുകൂടെ വലുതാണ്, ഇപ്പോൾ ഞാൻ ക്രിസ്റ്റായാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നൊന്നുമല്ല. അങ്ങനെയൊന്നും ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ടവർ, ഇത് വ്യത്യസ്തമായ ഒരു സമൃദ്ധിയെ കുറിച്ചാണ് ഞാൻ പങ്കുവെക്കുന്നത്. വ്യത്യസ്തമായ ഒരു സമൃദ്ധി, ദി അബൻഡൻസ്, വ്യത്യസ്തമായ ഒരു സമൃദ്ധി ദൈവം തമ്പുരാൻ തരികയാണ്. ആ സമൃദ്ധി എന്താ? വചനത്തിന്റെ സമൃദ്ധിയാണ്. ആ സമൃദ്ധി നമുക്ക് ലഭിക്കുന്ന ഉറപ്പിന്റെ സമൃദ്ധിയാണ്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ ശക്തീകരിക്കും, ബലപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ഇന്നലെ പ്രിയപ്പെട്ട കുര്യൻ സാറ് റാന്നിയിലെ കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ പ്രസംഗിച്ച് അവസാനിപ്പിച്ചപ്പോൾ ആളുകളോട് പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നവൻ എന്നവൻ നിന്നെ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് പോകണമെന്ന്. സാറിന്റെ കയ്യിൽ പിടിച്ചിട്ട് അവസാനം പോകാൻ നേരത്തെ പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു അച്ഛോ എന്ന് പറഞ്ഞേച്ചാണ് പോയത്. ദൈവത്തിന് സ്തോത്രം. ഞാനാകുന്നവൻ ഞാനാകുന്നുവൻ. പ്രിയപ്പെട്ടവരെ, ഞാനാകുന്നവൻ ഞാനാകുന്നുവെന്ന് പറഞ്ഞ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഇപ്പോഴും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എന്താ പഠിപ്പിക്കുന്നത്? ഇവിടെ ഇതാ പറയുകയാണ്, ഞാനാകുന്നവൻ ഞാനാണ്, നീ പേടിക്കണ്ട. ഐ വിൽ നോട്ട് forsake you. ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. മോശയ്ക്ക് ഭയങ്കര സംശയമായിരുന്നു അല്ലേ? മോശ യഹോവയായ ദൈവത്തോട് ചോദിക്കുന്നു, എന്നെ വിളിച്ചവൻ ആരാണ്? ആര് വിളിച്ചു എന്ന് ഞാൻ ചെന്ന് പറയണം എന്ന് ചോദിക്കുന്നുടനെ യഹോവയായ ദൈവം പറഞ്ഞു, നീ ഇങ്ങനെ മാത്രം പറഞ്ഞാൽ മതി, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നവൻ നിന്നെ അയച്ചിരിക്കുന്നു എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, മരുഭൂപ്രയാണത്തിൽ മരുഭൂമിയിൽ ആഹാരമില്ലാതെ പോയപ്പോഴും, മരുഭൂമിയിൽ ദാഹജലമില്ലാതെ പോയപ്പോഴും, മരുഭൂമിയിൽ മന്ന ഒഴിപ്പിച്ചവൻ, പാറയെ
തുടർന്ന് ജീവജലം കൊടുത്തവൻ, ആ ജീവജലം കൊടുത്തവൻ മോശയോട് പറയുകയാണ്, മോശേ, നീ അനുഭവിക്കുന്ന ജീവിതത്തിന്റെ വൈതരണികളിലും സംഘർഷങ്ങളിലും ഈ ജനത്തെയും കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ നിനക്കുണ്ടാകുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും നിന്നോട് കൂടെ ഇരിക്കുന്ന ഞാൻ ആരാണെന്ന് അന്നേരം നീ അറിയും. എന്റെ ദൈവം നിർവചനങ്ങൾക്ക് അതീതനായ ദൈവമാണ്. ഹല്ലേലൂയ. എന്റെ ദൈവം നിർവചനങ്ങൾക്ക് അതീതനായ ദൈവമാണ്. He is above every definition. ദൈവത്തിന് സ്തോത്രം. വിശന്നിരിക്കുന്നവൻ ആഹാരമാണ് ദൈവം, ദാഹിച്ചിരിക്കുന്നവന് വെള്ളമാണ് ദൈവം, ഹൃദയം തകർന്നിരിക്കുന്നവന്റെ ഹൃദയത്തെ ഒന്ന് കുത്തിക്കെട്ടുന്നവനാണ് ദൈവം, തകർന്നിരിക്കുന്ന മനസ്സുകൾക്കും ഔഷധമാകുന്നവനാണ് എന്റെ ദൈവം. ഹല്ലേലൂയ. ഞാനാകുന്നവൻ ഞാനാകുന്നു. ഇന്ന് ഈ പന്തലിന്റെ കീഴിൽ എന്റെ ദൈവം ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് വീണ്ടും പറയുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നവൻ നിന്നെ അയച്ചിരിക്കുന്നു. നീ ഭയപ്പെടണ്ട. നിന്റെ പരാജയ തീരങ്ങളെ വിജയതീരമാക്കി തീർക്കുവാൻ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കണം. ഈ മരുഭൂമിയിൽ ആഹാരമില്ലാതെ നീ വിഷമിക്കുമ്പോൾ, ഇവിടെ ദാഹജലമില്ലാതെ നീ വിഷമിക്കുമ്പോൾ, തീക്കൽപ്പാറയെ പിളർന്ന് നമുക്ക് ദാഹജലം തരുന്ന ഇസ്രായേലിന്റെ ദൈവം, അവൻ ജീവിക്കുന്ന ദൈവമാണ്. മരുഭൂമിയിൽ നമുക്ക് മഞ്ഞ ഒഴിപ്പിച്ചു തരുന്ന ദൈവം നമ്മളെ ജീവിക്കുന്ന ദൈവമാണ്, നമ്മെ ശക്തീകരിക്കുന്ന ദൈവമാണ്. രോഗത്തിന്റെ പീഡകൾ വരുമ്പോൾ നമ്മെ സൗഖ്യമാക്കുന്ന യഹോവ നമ്മുടെ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നവൻ ഇന്ന് ഇവിടുത്തെ മലപ്പള്ളിയിലെ യൂണിയൻ കൺവെൻഷന്റെ പന്തലിന്റെ കീഴിൽ നമ്മെ പറഞ്ഞയക്കുകയാണ്. നമുക്ക് സമാധാനത്തോടെ പോകണം. കർത്താവേ, നീ പറഞ്ഞല്ലോ നീ കൂടെ ഇരിക്കാമെന്ന്, ഭയപ്പെടേണ്ട എന്ന് നീ പറഞ്ഞല്ലോ. ഹല്ലേലൂയ. I will not be perished. ഞാൻ നശിച്ചു പോവുകയില്ല. ഞാൻ നശിച്ചു പോകാത്തതിന്റെ അടിസ്ഥാനം നിന്റെ ബലം എന്നോടുകൂടെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. നിന്റെ ശാശ്വതമായ ഭുജം എന്റെ കീഴെ നീ വെച്ച് തന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നിന്റെ വലങ്കരം കൊണ്ട് എന്നെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നിന്റെ ശാശ്വതമായ ഭുജം എന്റെ കീഴെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. നമുക്ക് ഒന്നിച്ചെന്ന് പറയാമോ? നിത്യനായ ദൈവം എന്റെ, കുറച്ച് പറയാം, നിത്യനായ ദൈവം എന്റെ സങ്കേതം, കീഴെ ശാശ്വതമായ ഭുജമുണ്ട്. ഇനി ആ വാക്യം ഒന്നിച്ച് പറയാമോ? നിത്യനായ ദൈവന്റെ സങ്കേതം, കീഴെ ശാശ്വതമായ ഭുജമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഭയപ്പെടില്ല. ജീവിതത്തിന്റെ പടക് തകർന്നിരിക്കുകയാണോ? ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ടോ? രാത്രിയിൽ കണ്ണുനീര് കൊണ്ട് നിന്റെ തലയിലെ നീ നനയ്ക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവം നിന്നോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട. ഞാനാകുന്നവൻ ഞാനാകുന്നു. ആ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നിത്യനായ ദൈവം എന്റെ സങ്കേതം, കീഴെ ശാശ്വതമായ ഭുജമുണ്ട്. നാലാമത്തെ കാര്യമാണ്, കർത്താവ് അവനെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയാണ്. ഇതുവരെ ലഭിച്ചതിനേക്കാൾ വലിയ അനുഗ്രഹം കർത്താവ് നൽകുകയാണ്. നമുക്കൊരു അത്ഭുതം കാണാം ഇവിടെ. അഞ്ചാമത്തെ കാര്യം അതാണ്, ഒരു അത്ഭുതം കാണാം. ആ അത്ഭുതം എന്താണ്? രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ പടകുകൾ നിറഞ്ഞിരിക്കുകയാണ്. സമൃദ്ധമായി പടകുകൾ നിറഞ്ഞിരിക്കുന്നു എന്ന് നമ്മളോട് വായിക്കുന്നു. എന്നാൽ ഈ ഭാഗത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്, അവൻ സകലവും വിട്ട്, അവർ പടകുകളെ കരക്കടുത്തിട്ട് സകലവും വിട്ട് അവന് അനുഗ്രഹിച്ചു. They were not concerned about the fish in the boat. ഈ ബോട്ടിൽ തന്നെ കിട്ടിയ ക്യാച്ചിനെ കുറിച്ച് ഇപ്പോൾ കൺസേൺ അല്ല. They are concerned about the imperishable riches. ഒരിക്കലും നശിച്ചു പോകാത്ത സമ്പത്തിനെ കുറിച്ചാണ് ഇപ്പോൾ പത്രോസ് അറിയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, from the perishable to the imperishable, from the perishable to the imperishable, നശിച്ചു പോകുന്നതിന്റെ ദർശനത്തിൽ നിന്ന് നാശമില്ലാത്തതിന്റെ ദർശനത്തിലേക്കുള്ള ഒരു പ്രയാണമാണ് ദൈവം നമ്മുടെ ആത്മീയ മക്കൾക്ക് നൽകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ഈ ഭാഗം എന്നെ പഠിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതലായിട്ട് അതാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്നും ഞാൻ വിശ്വസിക്കുകയാണ്. ചീഞ്ഞു പോകുന്ന മത്സ്യസമ്പത്തല്ല, നാശമില്ലാത്ത അവകാശമാണ്. ആമേൻ. ചീഞ്ഞു പോകുന്ന മത്സ്യസമ്പത്തല്ല ഇത്. ഈ പടകിനകത്ത് നിറഞ്ഞു കിടക്കുന്നത് പെരിഷബിളാണ്. ഇത് ചീഞ്ഞു പോകില്ല. എന്നാൽ ഒരിക്കലും ചെയ്യാത്ത
ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത ഒരു സമ്പത്ത് നമുക്കുണ്ട്. ആ സമ്പത്ത് ദൈവത്തിലൂടെയാണ്. ഹല്ലേലൂയ. ഒടുവിലത്തെ നാളത്തെ പുനരുത്ഥാനത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള പ്രത്യാശയോടെ ശവശരീരങ്ങളെ പോലും മൃതശരീരങ്ങളെ പോലും നമ്മൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുമ്പോൾ, ഞാൻ ആ ശുശ്രൂഷ നടത്തുമ്പോഴൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാറുണ്ട്, വി ആർ നോട്ട് ഫോർസേക്കിംഗ് ദ ബോഡി ടു ദ ഡസ്റ്റ്. നമ്മൾ ഈ ശരീരത്തെ മണ്ണിലിട്ട് കളയുകയല്ല, but we are entrusting the mortal body to the dust. നമ്മൾ അതിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഒടുവിലത്തെ നാളത്തെ പുനരുത്ഥാനത്തിൽ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള പ്രത്യാശയാണ്. ഉയർത്തെഴുന്നേൽക്കും. ആ ഉയർത്തെഴുന്നേൽപ്പ് അതിമനോഹരമായ ഒരു അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, ബുൾട്ട്മാൻ എന്ന ദൈവശാസ്ത്രജ്ഞൻ വളരെ മനോഹരമായി പറഞ്ഞു, റിസറക്ഷൻ 2 തരത്തിലാണ്, പുനരുത്ഥാനം 2 തരത്തിലാണ്. ഒന്ന് റിസറക്ഷൻ എക്സിസ്റ്റൻഷ്യൽ, മറ്റേത് റിസറക്ഷൻ എസ്കറ്റോളജിക്കൽ. ഒന്ന് കാലാന്ത്യത്തിൽ സംഭവിക്കുന്ന പുനരുത്ഥാനമാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ശവസംസ്കാര ശുശ്രൂഷയിലൊക്കെ പറയുന്നത്. ഒടുവിലത്തെ നാളത്തെ പുനരുത്ഥാനത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള പ്രത്യാശയോടെയാണ്. എന്നാൽ ഇന്ന് സംഭവിക്കുന്ന ഒരു പുനരുത്ഥാനമുണ്ട്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഉയർപ്പിക്കും എന്നല്ല, ഉയർപ്പിച്ചു. അവൻ ഉയർപ്പിച്ചിരിക്കുകയാണ്. മാമോദീസ മുഖാന്തരം സഭയുടെ അംഗങ്ങളായി തീർന്ന പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിനോടുകൂടെ മരിക്കുകയും യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും യേശുവിനോടുകൂടെ പുനരുത്ഥാനത്തിന്റെ ജീവിതത്തിന്റെ ശൈലിയിൽ നടക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ മക്കൾ നിരന്തരം പറയണം, ഈ പുനരുത്ഥാനത്തിന്റെ ശൈലിയിൽ നടക്കുന്നത് കൊണ്ടാണ് ഒടുവിലത്തെ നാളത്തെ പുനരുത്ഥാനത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയോടെ മണ്ണിലേക്ക് അടങ്ങുന്നതിന് നമുക്ക് സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഫ്രം ദ പെരിഷബിൾ ടു ദ ഇംപെരിഷബിൾ. നമുക്ക് ദൈവം തന്നിരിക്കുന്ന അവകാശം എന്താ? നമുക്ക് തന്നിരിക്കുന്ന അവകാശം ഇതാ. അതുകൊണ്ട് എന്തു തന്നെ സംഭവിച്ചാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം ഫ്രം ദ പെരിഷബിൾ ടു ദ ഇംപെരിഷബിൾ എന്നുള്ളതാണ്. ഞാൻ ഇന്നായിരിക്കുന്ന ഈ മൺശരീരം മണ്ണോട് മണ്ണായി തീർന്നാൽ ഒരിക്കലും മുതിർന്നു പോകാത്ത ഒരു പ്രത്യാശ എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ആ പ്രത്യാശയിൽ ഞാൻ നിറഞ്ഞു വരും. ഈ ഒരു വലിയ അനുഭവമാണ് ഏറ്റവും വലിയ പുനരുത്ഥാനം. ഇതാണ് റിസറക്ഷൻ. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട പുനരുത്ഥാനമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാശത്തിൽ നിന്നും നമ്മുടെ തകർച്ചയിൽ നിന്നും യേശു കർത്താവിന്റെ ആത്മാവിനാൽ യേശു തമ്പുരാൻ എഴുന്നള്ളി വന്നിട്ടുള്ളതിനാൽ ഒരു പുനരുത്ഥാനത്തിന്റെ അനുഭവത്തിൽ നമുക്ക് ഈ പന്തൽ വിട്ടു പോകാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഫ്രം ദ പെരിഷബിൾ ടു ദി imperishable. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ അവസാനിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാനാണ് ഞാൻ താല്പര്യപ്പെട്ടത്. പ്രോക്സിമിറ്റി ടു ദ റീക്രിയേറ്റിംഗ് പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിന്റെ പുനഃസൃഷ്ടി ചെയ്യുന്ന ശക്തിയിൽ അതിന്റെ സമീപത്തായി നിൽക്കുന്നതാണ്. 2, ബീയിങ് വൾനറബിൾ ടു ദി സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ ആത്മാവിന്റെ മുമ്പിൽ നമ്മെ തന്നെ വിനയപ്പെടുത്തി കൊടുക്കുന്ന ഒരനുഭവമാണ്. 3, അവിടുത്തെ വാക്കിന്റെ ജീവദായക ശക്തിയിൽ വിശ്വസിക്കുന്നതാണ്. നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്നുള്ളതാണ്. 4, ഭയപ്പെടേണ്ട എന്ന് നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. ഞാനാകുന്നുവെന്നും നിന്റെ ജീവിതത്തിന്റെ യാത്രയിൽ ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ സഹായിക്കും, ശക്തീകരിക്കും, ബലപ്പെടുത്തുമെന്നും പറയുന്ന ദൈവത്തിന്റെ വചനമാണ്. 5, നാശത്തിൽ നിന്നും നിത്യതയിലേക്കുള്ള പ്രയാണമാണ്. ഫ്രം ദ പെരിഷബിൾ ടു ദ ഇംപെരിഷബിൾ. ഈ പന്തലിരിക്കുന്ന എല്ലാവരും കൂടെ പാടണം. ഗായകസംഘം മാത്രം പാടിയാൽ പോലെ ഗായകസംഘം കൂടെ പാടണം കേട്ടോ. നിങ്ങൾ പാടാതിരിക്കരുത്. എല്ലാവരും കൂടെ സാധനത്തിന്റെ ഭാഷ കടമെടുക്കാൻ പറയും. മഹാഗായക സംഘം. പന്തലിരിക്കുന്ന എല്ലാവരും കൂടെ ചേർന്ന് പാടുമ്പോൾ അത് മഹാഗായക സംഘമാണ്. മഹാഗായക സംഘം ഒരുമിച്ച് പാടാമോ എന്നോടൊപ്പം? Namaha
പ്രസാദകരമാകട്ടെ. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗങ്ങളായി സമർപ്പിക്കുക. അതിൻ്റെ അടയാളമായി പ്രിയപ്പെട്ടവരെ, നിമ്മഹാകൃപയ്ക്കായി എന്നുള്ള ഈ സ്ലേർ പാടുമ്പോൾ അതിനൊരു സ്റ്റാൻസ പാടിയിട്ട് ആ കോറസ് നമ്മൾ പാടുമ്പോൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പാടണം. ഇത് ദൈവസന്നിധിയിലുള്ള നമ്മുടെ ഒരു സമർപ്പണത്തിൻ്റെ അടയാളം കൂടാണ്. ഹല്ലേലൂയ.